ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം ഹ്യന്തിയത് സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ ഷാധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 16 അധ്യായം നമ്മൾ പറഞ്ഞു വെച്ചു. കഥ ഏതുവരെയായി? ഭഗവാൻ സനകാദികളുടെ ശാപത്തിനെ ശരിവെച്ച് അക്നോളേജ് ചെയ്തു. അതുതന്നെയാണ് വേണ്ടത്, നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടിസ്ഥിതികൾക്കും സംഹാരത്തിനും കാരണമായിരിക്കുന്ന ബ്രഹ്മാശിവൻ മുതലായിട്ടുള്ളവരെന്നർത്ഥം. വിഷ്ണുവിനെ കടക്കാൻ ഇവർക്ക് പറ്റില്ല. നമ്മുടെ സൃഷ്ടി സ്ഥിതി നമ്മൾ പറഞ്ഞുവെങ്കിലും ലോകത്തെ രക്ഷിക്കുന്ന ഈശ്വരന്മാർക്ക് പോലും അവർക്ക് പോലും കടക്കാൻ വിഷമമുള്ള വിശ്വസ്യ സ്ഥിതിലയോദ്ഭവ ഹേതുരാത്യോ യോഗേശ്വരൈർ, ഈശ്വരന്മാർക്ക് പോലും മറികടക്കാൻ പ്രയാസമുള്ള മായ പ്രഭാവം കൊണ്ട് ലോകത്തെ ദ്രോഹിക്കുക. അപ്പം ഇവിടെ ഉദ്ദേശം ലോകത്തെ ഇവർ വളരെയധികം ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ തന്നെ അതിന് വഴിയുണ്ടാക്കണം. അതായത് അന്യപ്രകാരം എങ്ങനെ വരും ചോദിച്ചാൽ, വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം മുതലായിട്ടുള്ളതിന് കാരണമായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ്. വിശ്വസ്തയ സ്ഥിതിലയോദ്ഭവ ഏതൊരാത്യോ യോഗേശ്വരേർ അഭിതുരത്യ യോഗമായ ക്ഷേമം വിധാസ്ഥിതി. എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് ഏത് മായയെ കടക്കാൻ കഴിവുള്ള ഈശ്വരന്മാർ തന്നെ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ബ്രഹ്മാവ് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ദേവന്മാർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദേവന്മാരാണ് ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് ബ്രഹ്മാവിനെ സമീപിച്ചത്. അതുകൊണ്ട് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഈ ജനനം മുതലുകൊണ്ടുള്ള പരാക്രമങ്ങൾ കൊണ്ട് ഈശ്വരൻ അതിന് വഴി കാണണം. എങ്ങനത്തെ ഈശ്വരൻ? ലോകത്തിൻ്റെ തെറ്റിത്തിരി സംഹാരത്തിനും കൂടി കാരണമായിരിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരൻ അല്ലാതെ ഇങ്ങനത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഈശ്വരനോ സാധിക്കുകയും ചെയ്യും. അടുത്ത അധ്യായം തുടങ്ങുന്നു. 17 മൈത്രേയ ഉവാച ദിശമ്യാത്മഭുവാഗീതം കാരണം ശങ്കയോച്ഛിത തതസ്സർവേ നിവർത്തന്തത്തിദിവായ ദിവോഗസ. ആത്മഭുവ, ആത്മാവിൽ നിന്നുണ്ടായ ദേവനാൽ ഗീതം പറയപ്പെട്ട, ആരാത്? ബ്രഹ്മാവ് പറയപ്പെട്ട കാരണത്തെ നിശമ്യ, ഉൽപാദങ്ങളുടെയും ദുർനിമിത്തങ്ങളുടെയും കാരണവും സാഹചര്യങ്ങളും കേട്ടിട്ട് നിശമ്യ ശങ്കയാൽ ഉച്ഛിത ഉപേക്ഷിക്കപ്പെട്ട സർവേ ദിവോഗസ ദേവന്മാർ. ദിവോഗസ ദിവം സ്വർഗം, അതിൽ വസിക്കുന്നവർ ദിവോഗസന്മാർ അങ്ങനെ അർത്ഥം. അപ്പോൾ ദേവന്മാരെല്ലാം അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നിവർത്തത. ത്രിദിവം എന്ന് പറഞ്ഞാലും സ്വർഗമാണ്. ത്രിദിവായ സ്വർഗത്തിലേക്ക് ആയിക്കൊണ്ട് നിവർത്തന്ത മടങ്ങി. ബ്രഹ്മാവിൽ നിന്ന് വൃത്താന്തം കേട്ടവരെല്ലാം ദേവന്മാർ അവരുടെ സ്ഥാനത്തേക്ക്. എന്താ ദേവന്മാരുടെ സ്ഥാനം? സ്വർഗം. സ്വർഗവാസികളാണല്ലോ ദേവന്മാർ. അവിടേക്ക് മടങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിശമ്യാത്മഭുവാഗീതം കാരണശങ്കയോച്ഛിത. ആത്മഭുവ ബ്രഹ്മാവിനാൽ പറയപ്പെട്ട ചരിത്രം കേട്ട് തതസർവേ നിവർത്തന്ത തിദിവായ ദിവസ. തതസർവേ തിദിവായ നിവർത്തന്ത, സ്വർഗത്തിലേക്ക് പോയി. ദിവൗഗസ ദേവന്മാർ. ദിദത്തു ഭർത്തുരാദേശാതപത്യ പരിശങ്കിനി പൂർണ്ണേ ഭഷ്ടശദേശാദി പുത്രൗ പ്രസുഷുവേ യമൗ 2.
ഇരട്ടപ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു സുഖമുള്ള കാര്യം അല്ലാതെ എങ്ങോട്ട് പറയും. സുഖമില്ല എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. 2 കുട്ടികളെ ഒപ്പം വളർത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഒന്നിനെ വളർത്താതെ തന്നെ അന്നത്തെ ആൾക്കാർക്ക് വയ്യാവോ? കരഞ്ഞിട്ടും പിടിച്ചിട്ടും അങ്ങോട്ട് ഓടിയിട്ടും വികൃതിയാൻ 2 വളർത്താൻ ഉള്ള ബുദ്ധിമുട്ട് പ്രായോഗികം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് വേറെ മഹാദുരന്തമൊന്നുമല്ല എന്നാരും വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ ഇരട്ട കുട്ടികൾ ഉണ്ടായി ഈശ്വര മൊത്തം അയാൾ കഥ പറയുമ്പോൾ പറഞ്ഞു ദുർനിമിത്താണ് ഒന്നുമില്ല, യാതൊന്നുമില്ല. ഒന്നുണ്ട് 2 കുട്ടികളെ നോക്കണമെന്നുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. വഴി കാണണം, അതൊരു ബുദ്ധിമുട്ട് എന്നേ ഉള്ളൂ. അത് സ്വന്തം കുട്ടികളെ വിചാരിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല വെച്ചാൽ അത് പ്രശ്നമല്ലാണ്ടായി. അല്ലാണ്ട് ഇതൊരു ദുഷ്യഗുണമല്ല, ആരും വിചാരിക്കണം. ഇരട്ട കുട്ടികൾ പ്രസവം ദുഷ്യഗുണമോ ഒരു വരുന്ന വിപത്തിൻ്റെ സൂചനയോ അല്ല. അതിന് യാതൊരു ശാസ്ത്രീയ തെളിവും ഇല്ല. അപ്പോൾ ഇവിടെ ഇരട്ട കുട്ടികളെ ഗർഭത്തിൽ 100 കൊല്ലം വഹിച്ചു എന്നാണ്. 100 കൊല്ലമൊക്കെ വഹിക്കുമോ? കാത്തയാവുമ്പോൾ പലതും പറയും. കുറേ വർഷം, പണ്ടൊക്കെ ഈ വർഷങ്ങളും കൊല്ലങ്ങളൊക്കെ ഒരുപാട് ചെറുതാപ്പോൾ 100 വർഷം ഇന്നത്തെ കാലയളവും പണ്ടത്തെ കാലയളവും ഒക്കെ എല്ലാം കൊണ്ടും വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, യമവും പുത്രവും സാധാരണ പുത്രന്മാരും സാധാരണ സംഭവങ്ങളൊന്നും അല്ലതേ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെ 250 ദിവസം വളരേണ്ട കുട്ടി 100 കൊല്ലം വളരുക? അങ്ങനെ ചിന്തിച്ചാൽ വ്യക്തമായിട്ടുള്ള ഉത്തരം ഈ കഥകളൊന്നും നമ്മുടെ കഥകളെ പോലെയല്ല. ഏതാ നമ്മുടെ കഥകളെ പോലെയുള്ളത്? ഏതെങ്കിലും ഉണ്ടാവും? വളരെ കുറവാണ്. എല്ലാ വ്യത്യാസങ്ങളുണ്ട്. 100 പുത്രന്മാരുണ്ടാവുക, അനവധി പുത്രന്മാരുണ്ടാവുക, വിമാനത്തിൽ ആകാശത്ത് കൂടെ സഞ്ചരിച്ച് വർഷങ്ങൾ ചെലവിടുക. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഈ കഥകളിൽ ഭാവനകളും മറ്റും ചേർത്തിട്ടുണ്ടാവും. അതൊരു വലിയ തെറ്റായിട്ടൊന്നും കാണണ്ട. ആ കഥയിൽ നിന്ന് എന്ത് പഠിക്കണം അതേ നമ്മൾ എടുക്കണ്ടു. ഇവിടെ എന്താ പഠിക്കേണ്ടത്? സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും. സന്ധ്യയ്ക്ക് അരുതാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വിപത്തുണ്ടായി, അത് ശരി തന്നെയാണ്. അത് കഥയൊന്നുമല്ല, നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും. അത് പഠിക്കുക. ബാക്കി കഥ ഭാവനയായിക്കോട്ടെ, ഭാവനയില്ലെങ്കിൽ രസമുണ്ടോ? 100 വർഷം ഗർഭത്തിൽ വഹിച്ചു. എന്നിട്ട് 2 ഇരട്ട കുട്ടികളെ, 2 ഇരട്ട കുട്ടികളെ, ഒരിരട്ട മതിയല്ലോ അല്ലേ? ഇരട്ട കുട്ടികളെ, 2 കുട്ടികളെ എന്ന് പറയാം, ഒരേ സമയം പ്രസവിച്ചു. പൂർണ്ണേ വർഷശതേ സാധി. പതിവ്രതയാണ് ദിതി, അത്ര വലിയ തെറ്റുകാര്യത്തില്ല. ഇതൊരു തെറ്റ് പറ്റി, ഇത്രയേ ഉള്ളൂ. പുത്രൗ 2 ഉണ്ടാവുന്നതാണ്. ഔ പുത്രൗ പശുഷുവേ യമൗ. 2 പുത്രന്മാർ പ്രസവിച്ചു. യമൗ 2. ഉത്പാദാപകവത്തത്ര നിപേതുജായമാനയോ ദിവി ഭൂവ്യന്തരീക്ഷേജ ലോകത്യോരുഭയാവക. ഭയങ്കരങ്ങളായിട്ടുള്ള ഉത്പാദങ്ങൾ അവിടെ ഉണ്ടായി. എല്ലാ ഇരട്ട പ്രസവത്തിലും ഉണ്ടാവില്ല കേട്ടോ ഉത്പാദങ്ങൾ പറഞ്ഞാൽ ദുഷ്യഗുണങ്ങൾ. ഇവിടെ ഉണ്ടായി. അതുകൊണ്ടത് എല്ലാ പ്രസവത്തിലേക്ക് എടുക്കരുത്. കാരണം ഇവർ ദുഷ്ടന്മാരാണ്. അതുകൊണ്ടാണ് ഇവിടെ ജന്മത്തിൻ്റെ കഥ, പൂർവ്വജന്മവും അങ്ങനെയാണല്ലോ വരിക, മറ്റൊന്നും അങ്ങനെ വരില്ല. അതുകൊണ്ടാണ് ഉത്പാദാപകവത്തത്ര, പലതരത്തിലുള്ള ഉൽപാദങ്ങൾ, ദുഷ്യഗുണങ്ങൾ ഉണ്ടായി. ചിലപ്പോൾ അത് ഒക്കും, എല്ലായ്പ്പോഴും ഒത്തോളണം എന്നും ഇല്ല. കാലം കോഴി കൂക്കി എപ്പോഴും മരണം ഉണ്ടാവാറില്ല. ഇവിടെ എത്രയോ കൂക്കലുണ്ട്. കാരണം അവരുടെ താവളം അവിടെ എവിടേക്കോ. ചിലപ്പോൾ ഒക്കും, അത്രയേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ഒക്കില്ല. എന്നാൽ ചിലപ്പോൾ അപൂർവമായിട്ട് ഒത്തുകൂടാന്നുമില്ല. അപ്പം അത് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ എന്നർത്ഥം. എല്ലാ ശകുനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ദുശകുനം കണ്ടുപോയാൽ അന്ന് അപകടം ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എത്രയോ ഒരു കുഴപ്പമില്ലാണ് മടങ്ങി വരണം. അല്ലെ, ട്രെയിനിന് ടിക്കറ്റ് ഇട്ട് വേറെ ഉത്പാദം കണ്ടു പോകാൻ പറ്റില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? അപ്പം അത് നടക്കുന്നുണ്ട് ലോകത്തിൽ. എപ്പോഴെങ്കിലുമൊക്കെ ഒത്തുന്ന് വരാം, ഒപ്പിലൊക്കെ ഒത്തില്ല എന്നും വരാം. ശകുനങ്ങളൊക്കെ അങ്ങനെയാണ്. ചില ശാസ്ത്രങ്ങളും അങ്ങനെയാണ്, ജ്യോതിഷടക്കം അങ്ങനെയാണ്. ഒട്ടൊക്കും ഒട്ടൊക്കില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒത്തു, ഇത്രയേ ഉള്ളൂ. ഉത്പാദ ഭഗവസ്തത്ര, വളരെ
ഉത്പാദങ്ങൾ സംഭവിച്ചു. ജായമാനയോ ദിവി ഭൂവി അന്തരീക്ഷേച്ച, ദിവി ആകാശത്തിൽ, ഭൂവി ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ. സാധാരണ ഈ 3 ഘട്ടങ്ങളാണ് നല്ലതായാലും ചീത്തയായാലും ഉണ്ടാകും. ഒന്ന് ഭൂമിയിൽ, പിന്നെ ഒന്ന് അന്തരീക്ഷത്തിൽ, പിന്നെ അതിൻ്റെ മുകളിൽ സ്വർഗം, ദേവലോകം ഒക്കെ. ആകാശത്തിൻ്റെ മുകളിൽ അത്രേ ദേവലോകം പറയുമ്പോൾ പറയുക. ഭൂമി, അതിൻ്റെ മുകളിൽ അന്തരീക്ഷം, വായുമണ്ഡലമൊക്കെ ഉള്ള ഭാഗം, അതിൻ്റെയും മുകളിൽ ആകാശത്തിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് ദേവലോകം എന്നാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായി ദുഷ്യഗുണം. ദിവി ഭൂവി അന്തരീക്ഷേ ച ലോകസ്യ ഉരുഭയാവഹ, ലോകത്തിന് വളരെ ഭയം ജനിപ്പിക്കുന്ന വിശേഷണമാണ്. അങ്ങനെയുള്ള ഉത്പാദ നിപേതു, ഉത്പാദങ്ങൾ, ദുഷ്ടഗുണങ്ങൾ ഉണ്ടായി. സഹാചലാഭുവച്ചേരു ദിശസർവ പ്രജ്വലു സോൽക്കാശാസനയപ്പേതു കേതവച്ചാർത്തിഹേതവ. ഭൂമിയുടെ ഭാഗങ്ങൾ, ഖണ്ഡങ്ങൾ, സഹാചല പർവ്വതങ്ങളോടുകൂടി ഇളകി. ഭൂചലനം ഒരിക്കലും നല്ല ശകുനമല്ല. ആർക്കറിയാത്ത അല്ലേ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര ആൾക്കാർ അമേരിക്ക ഭൂശകുനം. അപ്പോൾ ഭൂമിയിൽ കുലുക്കങ്ങൾ ഉണ്ടാവുക. സർവാദിശ പ്രജ്വലു, എല്ലാ ദിക്കുകളും ഇങ്ങനെ ശോഭിക്കുക. ഒരു ശരിയല്ലാത്ത ശോഭ, സുഖമില്ലാത്തൊരു പ്രകാശം. പ്രജ്വലു, ദിക്കുകൾ മുഴുവനും തീ കത്തുന്ന പോലെ ഇങ്ങനെ ഒരു തരം സുഖമില്ലാത്ത പ്രകാശം കാണപ്പെടുക. ആർത്തിഹേതവ കേതവ, കേതവ എന്ന് പറഞ്ഞാൽ ധൂമകേതു, വാൽനക്ഷത്രം. വാൽനക്ഷത്രം ഉദിച്ചാൽ യുദ്ധം ഉണ്ടാവും, ഭൂമികുലുക്കം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാൽനക്ഷത്രം അതെപ്പോഴും കാണില്ല, നോക്കിയോ. വാൽനക്ഷത്രം പലപ്പോഴും ഫലം കാണുന്നുണ്ട് എന്നാണ്. ഒന്നുമില്ലെങ്കിൽ യുദ്ധമെങ്കിലും ഉണ്ടാവും. ധൂമകേതു എന്ന് പറഞ്ഞാൽ വളരെ ചീത്ത ഒരു സംഭവമാണ്. കേതവ ച ആർത്തിഹേതവ. ആർത്തിഹേതവ എന്നുള്ളത് കേതുവിൻ്റെ പേതു, സോൽക്കാശ അശനയ പേതു കേതവ ചാർത്തിഹേതവ. വാൽനക്ഷത്രത്തിൻ്റെ വിശേഷണമാണ് ആർത്തിഹേതവ. ആർത്തിഹേതവ കേതു പേതു. കേതു എന്ന് പറഞ്ഞാൽ വാൽനക്ഷത്രം, കേതവ. പേതു എന്ന് പറഞ്ഞാൽ ക്രിയേണ്, ഉത്ഭവിച്ചു. ആർത്തിഹേതുക്കളായിരിക്കുന്ന, ദുഃഖസൂചകങ്ങളായിരിക്കുന്ന വാൽനക്ഷത്രങ്ങൾ പേതു, ഉദിച്ചു, കാണപ്പെട്ടു, പതിച്ചു എന്നാവാം. ഉൽക്കകൾ കീഴ്പ്പെട്ട് പതിക്കുക. ഉപവായുസ്തുത്പർശപുത്കാരാനീരയൻ മുഹു ഉന്മൂലയൻ നഗപതിൻ വാത്യാനീകോരജോദ്വജ. ഉഷ്ണക്കാറ്റ് എല്ലാ ദിക്കിലും വീശുക. ഭഗവാന്റെ അവതാരം ഉണ്ടാകുമ്പോൾ എന്തേണ്ടായി, എല്ലാ കുളിർകാറ്റ്, തണുത്ത കാറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉഷ്ണമേഖലയിൽ ഒരു തണുത്ത കാറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് നമുക്കൊക്കെ. മഴ, തണുപ്പ്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. കാരണം ഇവിടെ പൊതുവേ ഉഷ്ണമേഖലയാണ്. തണുപ്പുള്ളടത്ത് ചിലപ്പോൾ സ്നേഹമില്ല കേട്ടോ. തണുപ്പുള്ളടത്ത് തണുപ്പ്, ചൂടാവും നല്ലതുണ്ടാവുക. അങ്ങനെയല്ലോ എല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഒരു ചൂട് കിട്ടി, ഒരു വെയിൽ കിട്ടി, എന്ത് സുഖം അവർ പറയും. നമുക്കിപ്പോൾ വെയിലിനൊരു അത്ഭുതമില്ല, കാരണം എപ്പോഴും ചൂട് തന്നെ അധികം നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ വായു സുഖസ്പർശ, നല്ല സുഖമുള്ള കാറ്റ് ഭഗവത് അവതാരം ഉള്ളപ്പോൾ ഉണ്ടായി. ഇപ്പോഴോ ഉഷ്ണക്കാറ്റ് വീശി, ഒരു സുഖമില്ലാത്ത കാശ്. സുദുസ്പർശ, സുഖസ്പർശ നല്ല ദുസ്പർശ, സഹിക്കാൻ വിഷമമുള്ളത്. ഹുത്കാരാനീരയൻ മുഹു, പിന്നെയും പിന്നെയും. ഫുത്കാരൻകാർ മുഹു ഈരയൻ, പിന്നെയും പിന്നെയും ഇങ്ങനെ പുറപ്പെടുവിക്കുക. ആ ശബ്ദങ്ങളും സുഖമില്ലാത്ത ശബ്ദങ്ങളും. നാഗപതീൻ, വലിയ മരങ്ങളെ ഉന്മൂലയൻ, വീഴ്ത്ത. മരങ്ങളൊക്കെ ഇങ്ങനെ കടപുഴങ്ങി വീഴുക. കാറ്റടിച്ചിട്ട് വീഴുന്നത് വലിയ പ്രശ്നമില്ല എന്നാണ്. ഈ കാരണം കൂടാതെ ചിലപ്പോൾ മരങ്ങൾ കടപുഴങ്ങി വീഴും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഈ ആലൊക്കെ പിളർന്ന് വീഴുക, കൊമ്പൊക്കെ ഒടിഞ്ഞ് വീഴുക. ആലിൻ്റെ വലിയ കൊമ്പ, ചെറിയ കൊമ്പല്ല കേട്ടോ, വലിയ കൊമ്പൊക്കെ എപ്പോഴും നിന്നാണ് വീഴണം. ഒരു കാറ്റും ഉണ്ടാവില്ല. അങ്ങനെ കാണാം. അപ്പം അതൊക്കെ ഒരു ദുർനിമിത്താണ്. കാറ്റടിച്ച് വീണാൽ സ്വാഭാവിക.
അല്ലാതെ ചില മരങ്ങനെ ഇങ്ങനെ വീഴുക എന്ന് പറഞ്ഞാൽ കാരണമില്ലല്ലോ വീഴാൻ, അത് ദുഷ്യഗുണമായിട്ട് പറയും. നഗപതീൻ മരങ്ങൾ കീഴ്പ്പെട്ട് പതിച്ചു. ഉന്മൂലയൻ വേരോട് കൂടിയിട്ട് പുഴങ്ങിയിട്ടാണ് വീഴുന്നത്. വാത്യാനീക ചുഴലിക്കാറ്റ്, വാദം എന്നുള്ളതിന് വന്നാണ് വാത്യം. അനീക രഥജ്ഞ ധൂളിയാകുന്ന കൊടിക്കൂറയോടുകൂടി, അലങ്കാരം ഇത്രയേ ഉള്ളൂ. കാറ്റിൻ്റെ കൊടിക്കൂറ എന്താ? പൊടികൾ വീശി കാറ്റും, സ്വൈരല്ല ചുരുക്കം. വപവായുസ്തുത് സ്പർശ പൂത്കാരാനീരൻ, ഫൂതുള്ള ശബ്ദത്തോട് കൂടിയിട്ടതാണ് പൂത്കാരാനീരയൻ മുഹു. ഉന്മൂലയൻ നഗപതി വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണു. വാത്യാനീകോരഥ രജോധ്വജ, പൂട്ടികൾ പരത്തിക്കൊണ്ട് കാറ്റ് വീശി. ധ്വജം എന്ന് പറഞ്ഞാൽ കൊടിമരമാണ്. കൊടിമരമായിട്ട് ഇവിടെ വർണ്ണനയ്ക്ക് ബന്ധമൊന്നുമില്ല. പൊടികളാകുന്ന കൊടിക്കൂറകളോട് കൂടിയിട്ട് കാറ്റ് വീശി, പൊടി പരത്തി കാറ്റ് വീശി ചുരുക്കം. ഉദ്ദസത്തടിത് അംബോധ കടയാ നഷ്ടഭാഗണേ യോനിപ്രവിട്ടതമസ നസ്മയാദൃശ്യതേ പദം. വായിക്കുമ്പോൾ ലേശം ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ഉദ്ദസത്തടിതംബോധ, ഉദ്ദസത്തടിത്, തടിത് എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ കാണുന്ന മിന്നലുകൾ കേട്ടോ, അതിനാണ് തടി എന്ന് പറയുക. ഉദ്ദസത് പുഞ്ചിരിക്കുന്നത് പോലെ, ഹസ എന്നുള്ളതിന് ഒന്നാണ് ഉദ് പ്ലസ് ഹസ, ഉദ്ദസ. തടിത് മേഘങ്ങളിൽ, അംബോധകടയ മേഘങ്ങളുടെ കൂട്ടം, അതിൽ ഹസിക്കുന്നത് പോലെ മിന്നലുകൾ കാണപ്പെട്ടു. ഉദ്ദതത്തടിതംബോധ, ഹസിക്കുന്നത് പോലെ മിന്നലുകൾ കണ്ടു. അടിക്കടി ഇടിമിന്ന ചുരുക്കം. ഉദ്ദത ഹസിക്കുന്നത് പോലെ, മേഘങ്ങളുടെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ മിന്നലായിട്ട് ഇവിടെ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഉദ്ദതത്തടിത്, തടിത് ആണ്. തടി എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അംബോധകടയ, അംബോധങ്ങൾ മേഘങ്ങൾ കേട്ടോ, അംബോധം. തടിത്ത് ഇടിമിന്നൽ, തടിത് മേഘങ്ങളിൽ ഇടിമിന്നലുകൾ കണ്ടു. ഉദ്ദതത്തടിത് അംബോധഘടയ, അംബോധം മേഘങ്ങൾ, ഘടയ കൂട്ടം, മേഘങ്ങളുടെ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ തടിത് മിന്നലുകൾ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണമില്ലാണ്ട് ഇടിമിന്ന. നഷ്ടഭാഗണേ നശിച്ചിരിക്കുന്ന നക്ഷത്ര സമൂഹത്തോടു കൂടിയ, നഷ്ടഭാഗണേ നശിച്ചിരിക്കുന്ന നക്ഷത്ര സമൂഹത്തോടു കൂടിയ. രാത്രി നക്ഷത്രങ്ങളൊന്നും ഉദിച്ചിട്ടില്ല. വ്യോമിനി ആകാശത്തിൽ പ്രവിഷ്ട തമസ, വ്യാപിച്ച അന്ധകാരത്താൽ. തമസ ഇരുട്ട്, വ്യാപിച്ച ഇരുട്ടിനാൽ. പദം സ്ഥാനം. നസ്മ വ്യാദൃശ്യതേ കാണപ്പെടുന്നില്ല. ആകാശമോ മറ്റു കാര്യങ്ങളോ തീരെ കാണപ്പെടുന്നില്ല. മിന്നലുകളുണ്ട്, മേഘങ്ങളും മൂടിയിട്ടുണ്ട്, യാതൊന്നും തന്നെ കാണുന്നില്ല. ശുക്രോശവിമന വാർത്തിർ ഉദൂർമി ക്ഷുഭിതോദര സോദപാനാശ്ച ചരിതചുക്ഷുഭു ശുഷ്കപങ്കജ. വാർത്തി സമുദ്രം, വാർത്തി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ഉദൂർമി ഉത്ഗതങ്ങളായ തിരമാലകളോട് കൂടിയത്. ഊർമി തിരമാല, ഊർമി ഓളങ്ങൾ, തിരമാലകൾ. ക്ഷുഭിതോദര കലങ്ങി മറിഞ്ഞു. കടൽക്ഷോഭങ്ങൾ അവിടെ ഇവിടേക്കായിട്ട് കാണുന്നു. വാവ് ദിവസം വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. അല്ലാത്ത ഇവിടെ ഒന്നും അല്ലാണ്ട് എന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടൽക്ഷോഭം ഉണ്ടാവുക. കള്ളക്കടൽ പ്രതിഭാസം നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഇടയ്ക്ക് കള്ളക്കടൽ അല്ലേ. അതുപോലെയൊക്കെ കരയിലേക്ക് വെള്ളം അടിച്ച് കയറിയിട്ടുള്ള ഉൽപ്പാദങ്ങൾ, ദുശകുനങ്ങൾ. വിമന ഇവ ദുഃഖിച്ച പോലെ നിലവിളിച്ചു. വല്ലാത്ത ശബ്ദങ്ങളൊക്കെ സമുദ്രത്തിൽ നിന്നുണ്ടായ. ശുക്രോശ നിലവിളിച്ചു. ശുഷ്കപങ്കജ ശുഷ്കിച്ച താമരപ്പൂവ്. നല്ല കാര്യങ്ങളുണ്ടാവുമ്പോഴും ഭഗവാന്റെ അവതാരങ്ങളുണ്ടാവും താമരയൊക്കെ നന്നായിട്ട് വിരിയുക ചെയ്യുക. താമര വിരിഞ്ഞു, പുഷ്പങ്ങൾ വിരിഞ്ഞു, കുളിർ കാറ്റടിച്ചു എന്നൊക്കെയാണ് അവിടെ വർണ്ണന. ഇവിടെയോ താമരയൊക്കെ കൂടുക പകലും കൂടി. ഭഗവാന്റെ അവതാരത്തിൽ രാത്രിയും കൂടി വിരിഞ്ഞു എന്ന് പറയും. ഇവിടെ പകൽ പോലും താമര ശുഷ്കിക്കുക, ശരിക്കും വിരിയണില്ല. പ്രകൃതിക്ക് സന്തോഷം ഉണ്ടെങ്കിലാണ് പുഷ്പങ്ങളൊക്കെ നേരെ വിരിയുക എന്നാണ്. ഇവിടെ മൊത്തത്തിൽ ദുശകുനായതുകൊണ്ട് താമരയൊക്കെ കൂടുകയാണ് ചെയ്യണത്. സരിത നദികൾ,
ഹിന്ദിയിലും സരിത എന്ന് തന്നെ പറയാം. സരിത സോദപാന, തടാകാദികളോടുകൂടി ക്ഷോഭിച്ചു. നദികളും കലങ്ങി മറിഞ്ഞ് ഒഴുകുക, ശാന്തമായിട്ടും സുഖമായിട്ടും ഒഴുകല്ല. കലങ്ങി മറിഞ്ഞൊഴുകുമ്പോൾ ആകപ്പാടൊരു ഭീകരതയാണ്. വലിയ നദികളൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകണത് ഭീകരമാണല്ലേ കാണുമ്പോൾ തന്നെ. ഇപ്പം നദികളൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകുക. ചുക്രോശ വിപന വാർത്തി, സമുദ്രത്തിൽ ക്ഷോഭങ്ങളുണ്ടായി. ഊർമിക്ഷുഭിതോദര, തിരമാലകൾ അടിക്കാനും. സോദപാനാശ്ച സരിത, നദികൾ തടാകങ്ങളോട് കൂടിയിട്ട് തടാകങ്ങളും നദികളും ഒപ്പം ക്ഷോഭിച്ച് ഒഴുകാൻ തുടങ്ങി. താമരകളൊക്കെ വിരിയാതെ കൂടാനും തുടങ്ങി. മുഖപ്പരിതയോ ഭൂവൻ സരാഹോ ശശിസൂര്യയോ നിർഘാത രഥനിഹ്രാത ഇവരെ വ്യപ്രജജ്ഞിരേ. രാഹുവോടുകൂടിയ രാഹുവോടുകൂടിയ ശശി സൂര്യയോ, സൂര്യചന്ദ്രന്മാർക്ക്. സൂര്യനും ചന്ദ്രനും സ്വതന്ത്രമായിട്ട് ആകാശത്ത് കൂടെ അങ്ങനെ സഞ്ചരിക്കണം. ചന്ദ്രൻ സുഖമായിട്ടിങ്ങനെ ഉദിക്കുക, ധാരാളം നിലാവ് നൽകുക. സൂര്യൻ സുഖമായിട്ടിങ്ങനെ പ്രകാശം നൽകിക്കൊണ്ട് ഉദിച്ചു വരിക. പ്രകൃതിയുടെ ആ ഒരു സന്തോഷപ്രദമായിട്ടുള്ള നീക്കം അതാണ്. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. രാഹുവിൻ്റെയും മറ്റും പിടുത്തത്തിൽപ്പെട്ട ഗ്രഹണം ഉണ്ടാവും ഇല്ലേ. പൊതുവേ ഗ്രഹണം പ്രപഞ്ചത്തിനൊരു അശുഭമായിട്ടാണ് പറയൽ പണ്ട്. രാഹു, ഇവിടെ രാഹുവാണ് അല്ലേ. രാഹു ചന്ദ്രനെയും സൂര്യൻ രാഹു കേതുക്കളാൽ ബാധിക്കപ്പെട്ട പോലെ എന്നർത്ഥം. പരിധയ അഭൂവൻ, പരിവേഷങ്ങൾ ഉണ്ടായി. സൂര്യനെയും ചന്ദ്രനെയും പലപ്പോഴും രാഹുകേതുക്കൾ വിഴുങ്ങിയ പോലെയും ഗ്രഹണം ബാധിച്ച പോലെയും മങ്ങൽ. മേഘങ്ങളെ കൊണ്ടല്ല, മേഘങ്ങളും മങ്ങൽ സ്വാഭാവിക. മേഘം മൂടിയ സൂര്യൻ മങ്ങ, അങ്ങനെയല്ല കാണുന്നത്. മേഘങ്ങളൊന്നുമില്ലെങ്കിൽ പോലും സൂര്യന് വെറുതെ മങ്ങലേൽക്കുക, ചന്ദ്രനും അതുപോലെ മങ്ങലേൽക്കുക. ഇടിവെട്ടൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക. നിർഘാതാരത നിർഹ്രാത വിവരെ മുഹുപരിതയോ ഭൂവൻ തരാക്കോ ചതുരയോ നിർഘാതാരത നിർഹ്രാത. ഇടിശബ്ദങ്ങൾ ഗുഹകളിൽ നിന്ന് കേട്ടു. തേരിൽ നിന്നുണ്ടാകുന്ന ചില ശബ്ദങ്ങളെ പോലെയും. എന്തൊക്കെയോ ശബ്ദങ്ങൾ ശരിയില്ലാതെ കേൾക്കും. ചുരുക്കം നിർഘാതാരത നിർഹ്രാത വിവരെ വ്യപ്രജജ്ഞിരെ. വിവരെ എന്ന് പറഞ്ഞാൽ മാളങ്ങൾ, അതിനുള്ളിൽ നിന്ന് ശബ്ദം ഉണ്ടാവുന്ന പോലെ ഗുഹകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും കേട്ടുണ്ടായി. അതുപോലെയല്ല, മലകളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. അനങ്ങമ്മലയുടെ മുകളിൽ നിന്ന് ശബ്ദങ്ങളുണ്ടായി. എല്ലാവരും പേടിച്ചു. നോക്കാം, അതൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല. വലിയ ശബ്ദം കേട്ടു, പക്ഷേ ഭാഗ്യവശാൽ ഒന്നും ഉണ്ടായില്ല എന്ന് കുറച്ച് സംഭവം പേപ്പറിൽ കണ്ടില്ലേ. മലകൾ എന്തൊക്കെയോ ശബ്ദം വലുതായിട്ട് പുറപ്പെടുവിച്ചു. ഒരു ദുഃസൂചനയാണത്. അന്തർഗ്രാമേഷു മുഖതോ മമന്ത്യോപന്യമുൽപ്പണം സൃഗാലോലൂകടങ്കാരേ പ്രണേതുർ അശിവം ശിവ. ഈ ദുശകുനങ്ങളൊന്നും എപ്പോഴും വലിച്ചുകൊള്ളണം എന്നില്ല കേട്ടോ. വീണ്ടും പറയണം, എപ്പോഴും വലിച്ചുകൊള്ളണം എന്നില്ല. എന്നാൽ ചിലപ്പോൾ വലിച്ചു കാണുന്നുമുണ്ട്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെയൊക്കെ വലിച്ചിട്ടാണ് കാണുന്നത്. വലിയ ദുശകുനങ്ങളാണ് ഉണ്ടായത്. അന്തർഗ്രാമേഷു മുഖതോ, ഗ്രാമങ്ങളുടെ മധ്യത്തിൽ, മുഖത ഉൽപ്പണം വന്യം, മുഖത്തിൽ നിന്ന് അഗ്നി പുറപ്പെടുവിക്കുന്ന കുറുനരികൾ കാണപ്പെട്ടു. കുറുനരികൾ, കുറുക്കൻ എന്ന് പറയാം, കുറുനരി ചെന്നായ എന്ന് പറയും. ഇത് രണ്ടും അല്ലാത്ത ഒന്നാണെന്ന് പറയും. കുറുനരി അറിയണവർക്കല്ലേ അറിയാൻ പറ്റും. എന്തായാലും കുറുക്കനും കുറുക്കനെ പോലെയുള്ള ഒരു ജീവി കുറുനരികൾ. അവയുടെ വായിലൊക്കെ അങ്ങനെ തീ കാണത്രേ ദുശകുനാവുമ്പോൾ. നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇതൊന്നും. ദുശകുനുണ്ടായി. സൃഗാലോലൂക ടങ്കാരേ, കുറുക്കൻ കൂമൻ ഇവയുടെ ശബ്ദങ്ങളാൽ. കൂമൻ മൂളുക, അതും പാക്കല് കൂമൻ മൂളണം നല്ലതല്ല എന്നാണ്. രാത്രി കൂമൻ മൂളുക സ്വാഭാവിക, പേടിക്കില്ല. പകല് ഒരു നല്ല സൂചനയല്ല. കാരണം പകല് കൂമന്മാർ പുറത്തിറങ്ങി നടക്കില്ലല്ലോ. രാത്രിയാണ് അവരുടെ സമയം. കാക്ക പകലും ഒരു തിരികെ കാണുക. കാക്ക ചിലപ്പോൾ രാത്രി ഇങ്ങനെ കരയുക, എവിടെ പെട്ടിട്ടാവും കരയുണ്ടാവുക. അത് നല്ല ശകുനമല്ല. കൂമൻ പകലും മൂളുന്നത് നല്ലതല്ല.
അതൊരു ദുഷ്യഗുണമായിട്ടാണ് പറയുക. ആ ശിവം മംഗളകരമല്ലാത്ത, ശിവം മംഗളം, ആ ശിവം അമംഗളകരമായ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു. അന്തർഗ്രാമേഷു മുഖതോപമന്ത്യോ വന്യമുൽബണം ശൃഗാലോലൂകടങ്കാരേ പ്രണയതുര ശിവം ശിവാ. ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കൻ, ശിവ എന്ന് പറഞ്ഞാൽ പാർവതി. ഒരു ദീർഘ എത്ര അർത്ഥം മാറ്റി അറിയോ? ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കന പാർവതിയാണ്. ശിവാനി ശിവൻ്റെ പത്നി ശിവ. ദീർഘട്ട് വിസർഗട്ടാൽ കുറുക്കനായി. ശിവ കുറുക്കൻ, ശിവ ശിവേ എന്ന് വിളിക്കും പാർവതി ദേവി. പാർവതി ശിവേ. ദീർഘട്ടില്ല, വിളിക്കുമ്പോഴേ ദീർഘമുള്ളൂ. പറയുമ്പോൾ ശിവ എന്ന് പറഞ്ഞാൽ ശിവാനി പാർവതി. ശിവ എന്ന് പറഞ്ഞാലോ കുറുക്കൻ. ത്രികാലോലൂക ടങ്കാരേ, ഓരോ ശബ്ദങ്ങളാണ് ടങ്കാരം. പ്രണേതുർ ആ ശിവം ശിവ, ശിവ ശിവ കുറുക്കന്മാർ. അമംഗളകരമായിട്ട് കുറുക്കനെ ഓളിയിട്ടാലും നല്ലതല്ല എന്ന് പറയും. ശേഷി പകൽ, രാത്രി കുറുക്കന്മാർ കൂട്ടത്തോടെ ഓളിയിട്ടാൽ സ്വാഭാവികമാണ്. പകല് ഓളിയിടുക, ശ്വാക്കൾ ഓളിയിടുക, അത് നല്ലതല്ല എന്നാണ്. ഇവർ സംഗീതവത് രോദനവത്, രണ്ട് വത് കൂടിയിട്ടാണ് സംഗീതവത് രോദനവത്. സംഗീതവത് പ്ലസ് രോദനവത്. രോദനവത് സംഗീതവത്ത് എന്ന് കൂടുമ്പോൾ ദ്രോ എന്നാവുകയാണ്. സംഗീതവത് രോദനവത്. ഉന്നമയ്യ ശിരോധരാം വിമുഞ്ചൻ വിവിധാവാചോ ഗ്രാമസിംഹാത്തതത്തത. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ സിംഹം ഉണ്ടാവുമോ? അത് വേറൊന്നുമില്ല, ശ്വാക്കളെ. ഇവിടെ ഞാൻ തന്നെയാണ് കേമൻ എന്ന് പറഞ്ഞിട്ട് കുരക്കില്ലേ ശ്വാക്കൾ? ആ നായകൾക്കാണ് എന്തു പറയുക, ഗ്രാമസിംഹം എന്ന് പറയുക. സംഗീതവത് രോദനവത്, ശ്വാക്കൾ ഇങ്ങനെ ഓളിയിടാൻ തുടങ്ങി. കഴുത്തിനെ ഉയർത്തിയിട്ട് അത്രേ ഓളിയിടുക. ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ഓളിയിട്ടാൽ യമൻ്റെ സഞ്ചാരം അവിടെ ഉണ്ട് എന്നാണ് പണ്ട് പറയുക. ഏതെങ്കിലും ഒരാൾ തട്ടിപ്പോവാനാവാം. അതെപ്പോഴും നടക്കില്ല കേട്ടോ, ചിലപ്പോൾ സംഭവിച്ചേക്കാം, ഒക്കും. ഉന്നമയ്യ ശിരോധരാം, കഴുത്തിനെ ഉയർത്തിയിട്ട് ഓളിയിടുക. സംഗീതവത് രോദനവത്, സംഗീതം പോലെയും കരയണ പോലെയും ശബ്ദം ഉണ്ടാക്കുക. വിവിധ വാച വ്യമുഞ്ചൻ, പലതരത്തിലുള്ള വാച ശബ്ദങ്ങൾ വ്യമുഞ്ചൻ പുറപ്പെടുവിച്ചു. ഓളിയിടുക. അയാൾ ഓളിയിടുന്നത് ഒരിക്കലും നന്നല്ല, ആട്ടിക്കളയും പണ്ടുള്ളവർ ഓടുന്നതാണ്. കാരണം അതൊരു ദുഷ്യഗുണമായിട്ടാണ് കണക്കാക്കുക. സംഗീതവത്, സംഗീതം തുടങ്ങി ശ്വാക്കൾ. സംഗീതവത് രോദനവത്, കരയണ പോലെയും പാട്ട് പാടണ പോലെയൊക്കെ. ശ്വാക്കൾ കുരയ്ക്കണ ശബ്ദത്തിന് പ്രശ്നമില്ല, അത് അവരുടെ സ്വാഭാവികമാണ്. അങ്ങനെയല്ല കരയണം. ഓളിയിടുക, ഓരിയിടുക. സംഗീതവത് രോദനവൻ ഉന്നമയ്യ ശിരോധരാം, കഴുത്തുയർത്തിയിട്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ട് ഓളിയിടുക. വിമുഞ്ചൻ വിവിധാവാചോ ഗ്രാമസിംഹാസ്തതസ്തത, ഗ്രാമസിംഹം ശ്വാക്കൾ. അവിടെ ശബ്ദം പുറപ്പെടുവിച്ചു, ഓരിയിട്ടു. കരാച്ച കർക്കശേക്ഷത്തക്കുരഗ്രന്ഥോ തരാതലം കാർക്കഹരരഭസാമത്ത പര്യധാമൻ വരൂദശ. നിമിത്തങ്ങളെ വർണ്ണിക്കുകയാണ്. ഹേ വിദുരാക്ഷത്ത, കര കഴുതകൾ, കര കഴുതകൾ. കർക്കശൈ കഠിനങ്ങളായ കുരൈ കുളമ്പുകളെ കൊണ്ട്, കുരം കുളമ്പ്. ധരാതലം ഖനന്ത, ഭൂമിയിലിട്ടിട്ട് ഇങ്ങനെ അടിച്ച് ശബ്ദം ഉണ്ടാക്കുക, കുളമ്പ് അടിച്ച് ശബ്ദം ഉണ്ടാക്കുക. കുളമ്പ് കൊണ്ട് ഇങ്ങനെ മണ്ണ് തെറിപ്പിക്കുക. ശ്വാക്കൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടല്ലേ. ഇവിടെ കഴുതകളെ പറഞ്ഞു, ശ്വാക്കളും ചില മണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിപ്പിക്കുക കുളമ്പോണ്ടേ. കുരം കുളമ്പ്, ഖനന്ത അടിക്കുക, കുളമ്പിട്ടടിച്ച് മണ്ണൊക്കെ ഇങ്ങനെ തെറിപ്പിക്കുന്നത് പോലെയും. കാർക്കാരരഭസ, കാർക്കാര ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുക. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുക, കാ 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 എന്ന് പറയൂല, അതാണ് കാർക്കാരരഭസ. വേറെ അർത്ഥമൊന്നും ആ വാക്കിനില്ല. കഴുത കരിവ് കാ 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 എന്നാണല്ലോ കരയുക. അപ്പം കാർക്കാരരഭസ, കാർക്കാ കാക്കാര പ്രകാരം
കർണകഠോരായിട്ട് നമ്മൾ ഈ പാട്ട് ശരിയില്ല വെച്ചാൽ പറയണ്ട കഴുതരാഗം അല്ലേ, ഇത് ഏതാ രാഗം? കഴുതരാഗം തന്നെ. പോവാ നമുക്ക് ഈ കഴുതരാഗം കേട്ടിരിക്കുക വയ്യേ പറയും അല്ലേ, പാട്ട് തകരാറായാലും ഇഷ്ടമല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലെങ്കിൽ. അപ്പോൾ കഴുതരാഗം, അപ്പോൾ കഴുതയുടെ ഒട്ടും സുഖമല്ലാത്ത ശബ്ദങ്ങൾ, കാർ കാ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ടു. വരൂദശ, സംഘമായിട്ട് കുളമ്പ് കൊണ്ട് മണ്ണ് തെറിപ്പിച്ച ശബ്ദം ഉണ്ടാക്കി. കരാശ കർക്കശേക്ഷത്ത, കർക്കശങ്ങളായിട്ടുള്ള കരാശബ്ദങ്ങളെ കൊണ്ട് കുരേ ഗ്രന്ഥോ ധരാതല കാർക്കാര രഭസ, കാർക്കാര ശബ്ദങ്ങളെ കൊണ്ട് വരൂദശ, കൂട്ടം കൂട്ടമായിട്ട് ശബ്ദമുണ്ടാക്കി. ആരെ? കരാശ, കരം കഴുത. അതും ദുഷ്യഗുണമായിട്ട് കാണപ്പെട്ടു. ഇനിയും ദുഷ്യഗുണങ്ങളെ തുടർന്ന് വർണ്ണിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.